നമസ്കാരം. റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഈ മാസത്തെ വേൾഡ് കപ്പ് ക്വാളിഫയർ മത്സരങ്ങൾ കളിക്കാനുള്ള അർജന്റീനയുടെ സ്ക്വാഡിനെ കോച്ച് ലയണൽ സ്കലോനി പ്രഖ്യാപിച്ചിരിക്കുന്നു. 2 മത്സരങ്ങളാണ് അർജന്റീനയ്ക്ക് കോൺമബോൾ വേൾഡ് കപ്പ് ക്വാളിഫയറിൽ ഒക്ടോബർ മാസത്തിൽ കളിക്കാനുള്ളത്. ആദ്യ മത്സരം ഒക്ടോബർ 11 പുലർച്ചെ ഇന്ത്യൻ സമയം 2:30 വെനിസ്വേലയ്ക്കെതിരെയാണ്. ആ കളി അർജന്റീനയ്ക്ക് എവേ മത്സരമാണ്. അതിനുശേഷം ഒക്ടോബർ 16 പുലർച്ചെ ഇന്ത്യൻ സമയം 5:30 അർജന്റീനയിൽ വെച്ചിട്ട് ബൊളീവിയക്കെതിരെയും അർജന്റീന കളിക്കുന്നുണ്ട്. ഈ മത്സരങ്ങൾക്കുള്ള സ്ക്വാഡാണ് ഇപ്പോൾ കോച്ച് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ആ സ്ക്വാഡിൽ കഴിഞ്ഞ മാസത്തെ ഇന്റർനാഷണൽ ബ്രേക്ക് കളിച്ച ആ സമയത്ത് കളിച്ച ടീമിൽ നിന്ന് ചില മാറ്റങ്ങളുണ്ട്. അന്ന് സ്ക്വാഡിൽ ഇല്ലാതിരുന്ന ലയണൽ മെസ്സി, നിക്കോളാസ് ടാഗ്ലിയാഫിക്കോ, ലിയനാർഡോ ബലേഡി, ഇസിക്കിയൽ പലാസിയോസ് ഈ താരങ്ങൾ സ്ക്വാഡിലേക്ക് മടങ്ങിയെത്തിയിരിക്കുകയാണ്. അതേസമയം ഏറ്റവും സർപ്രൈസിംഗ് ആയിട്ടുള്ള ഒരു കോളപ്പ് എന്ന് പറയുന്നത് നിക്കോ പാസിന്റേതാണ്. അദ്ദേഹത്തെ ഇതാ സ്ക്വാഡിലേക്ക് എടുത്തിരിക്കുകയാണ്. ഒപ്പം തിയാഗോ അൽമെയ്ഡ സ്ക്വാഡിലേക്ക് വരുന്നു. പിന്നെ ഇതില് കഴിഞ്ഞ കോളപ്പിൽ ഉണ്ടായിരുന്നവരിൽ മിസ്സിംഗ് ആയിട്ടുള്ളവർ ഇക്കി ഫെർണാണ്ടസ്, ഗ്യൂലിയാനോ സിമയോണി, മാറ്റിയസ് സുലെ, ഗോയിഡോ, അതുപോലെ കാസ്റ്റയോനസ്, ബാർക്കോ എന്നിവർ ഇപ്പോൾ ഈ സ്ക്വാഡിൽ ഇല്ല. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, എമിലിയാനോ മാർട്ടിനസിന് സസ്പെൻഷനാണ്. ഫിഫ അദ്ദേഹത്തിന് 2 മത്സരങ്ങളിൽ നിന്ന് വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുകയാണ്. അപ്പൊ അദ്ദേഹത്തെ ഈ സ്ക്വാഡിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. ഇപ്പം കോച്ച് പ്രഖ്യാപിച്ചിരിക്കുന്ന സ്ക്വാഡിലേക്ക് നമ്മളൊന്ന് പോവുകയാണ്. സ്ക്വാഡിലുള്ളത് ജെറോണിമോ റുള്ളി, യുവാൻ മുസോ, വാൾട്ടർ ബെനീറ്റസ്, ഗോൺസാലോ മുണ്ടീല്, നാഹ്വൽ മോലിന, ക്രിസ്ത്യൻ റൊമേറോ, ലിയനാർഡോ ബലേഡി, ജർമൻ പെസല്ല, നിക്കോളാസ് ഒട്ടാമെന്റി, ലിസാൻഡ്രോ മാർട്ടിനസ്, മാർക്കോസ് അക്യൂഞ്ഞ, നിക്കോളാസ് ടാഗ്ലിയാഫിക്കോ, ലിയാൻഡ്രോ പെരേഡസ്, അലക്സിസ് മാക്കലിസ്റ്റർ, റോദ്രിഗോ ഡിബോൾ, ഇസിക്കിയൽ പലാസിയോസ്, എൻസോ ഫെർണാണ്ടസ്, ജിയോവാനി ലോ ചെൽസോ, തിയാഗോ അൽമെയ്ഡ, അലിയാൻഡ്രോ ഗർനാച്ചോ, നിക്കോളാസ് ഗോൺസാലസ്, നിക്കോളാസ് പാസ്, പൗലോ ഡിബാല, ലയണൽ മെസ്സി, ലൗട്രോ മാർട്ടിനസ്, ഹുലിയൻ ആൽവരസ്, വാലന്റിൻ കാർബോണി. ഇതാണ് ഇപ്പോൾ സ്കലോനി പ്രഖ്യാപിച്ചിരിക്കുന്ന സ്ക്വാഡ്. അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റ് ടോക്സ് വീണ്ടും എത്താം.